പതിവില്ലാത്തൊരു പ്രസ്താവന ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള ഘടകം നടത്തിയിട്ടുണ്ട്. ABC പദ്ധതി കൊണ്ടൊന്നും തെരുവ് നായ്ക്കളെ അടുത്ത കാലത്തൊന്നും നിയന്ത്രിക്കാനാവില്ലെന്നും നശിപ്പിക്കണമെന്നുമാണ് അവർ പറയുന്നത്. അനുഭവ പരിചയമുള്ള സാധാരണക്കാരും തെരുവ് നായ്ക്കളുടെ ഇരകളായ പാവപ്പെട്ടവരും പതിറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒടുവിൽ വിദഗ്ധർ അംഗീകരിച്ചു. ഒരു മാസത്തിനിടെ കേരളത്തിൽ നായകടിയേറ്റ 3 കുട്ടികൾ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് മരിച്ചു. വന്യജീവികളും തെരുവുനായകളും ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നിർലജ്ജം കയ്യും കെട്ടി നിൽക്കുകയാണ് മൃഗസ്നേഹികളുടെ കടിയേറ്റ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ആർക്കാണ് പേ പിടിച്ചിരിക്കുന്നത്? വന്യംകരണമാണ് പരിഹാരമെന്ന നുണയിൽ ചുട്ടെടുത്ത ABC പദ്ധതിയിലൂടെ സർക്കാരുകൾ പാഴാക്കിയത് 1/4 നൂറ്റാണ്ടാണെന്നും പരിഷ്കൃത രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ തെരുവുനായ്ക്കളെ കൊന്നൊടുക്കണമെന്നും ഏപ്രിൽ 30-ലെ മുഖപ്രസംഗത്തിൽ ദീപിക ചൂണ്ടിക്കാണിച്ചിരുന്നു. ദിവസങ്ങൾക്കകം ആക്രമണകാരികളായി തെരുവുനായ്ക്കളെ നശിപ്പിക്കണമെന്ന് വെറ്ററിനറി അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നു. നായ്ക്കളുടെ വന്ധ്യംകരണത്തിനുള്ള ABC പദ്ധതി മാത്രമാണ് തെരുവുനായ നിയന്ത്രണത്തിനുള്ള ഏക പോംവഴി എന്ന സമീപനം സംസ്ഥാനത്ത് പേവിഷബാധ കേസുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് വെറ്ററിനറി ഡോക്ടർമാരുടെ പ്രൊഫഷണൽ സംഘടനയായ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ കേരള അഭിപ്രായപ്പെട്ടത്. ഇരകളായ മനുഷ്യർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യം ബാക്കി കൂടി കേൾക്കൂ. തെരുവുനായ പ്രശ്നത്തിനുള്ള അടിയന്തര പരിഹാര മാർഗമായി നായ്ക്കളുടെ വന്ധ്യംകരണത്തെ കാണാൻ സാധിക്കില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു പരിധിവരെ നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയുന്നതിനും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും മാത്രമാണ് ABC ഉപകാരപ്പെടുക. നായ്ക്കൾ അനിയന്ത്രിതമായി പെരുകിയ സാഹചര്യത്തിൽ ABC പദ്ധതിയുടെ പ്രായോഗികത പരിശോധിക്കണം. ഇങ്ങനെ പോയാൽ നായ്ക്കളുടെ വംശവർധന കുറയണമെങ്കിൽ ഇനിയും ഒരു 10 വർഷം കൂടി വേണ്ടിവരും. അപ്പോഴേക്കും റാബിസ് കേസുകൾ ക്രമാതീതമായി ഉയരും. അടിയന്തര പരിഹാരം എന്ന നിലയിൽ സ്കൂൾ പരിസരം, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, മാർക്കറ്റുകൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കാണുന്ന അക്രമകാരികളായ നായ്ക്കളെ പെട്ടെന്ന് ഷെൽട്ടർ ചെയ്യുകയോ നശിപ്പിക്കുകയോ വേണം. നശിപ്പിക്കലേ ഇനി പരീക്ഷിക്കാനുള്ളൂ. സർക്കാരിന്റെ നായ ഷെൽട്ടറുകളൊക്കെ പച്ചക്കള്ളമായിരുന്നു. വന്യജീവി ആക്രമണം തടയുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതുപോലെ നഗരത്തിലായാലും ഗ്രാമത്തിലായാലും തെരുവ് നായ്ക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുകയാണ്. കുട്ടികളെ തനിയെ സ്കൂളുകളിലേക്ക് വിടാനാവില്ല. ഇവ പാഞ്ഞെത്തുമോ എന്ന മരണഭയത്തിലാണ് ഇരുചക്ര യാത്രികർ. കടിച്ച നായ്ക്ക് പേയുണ്ടോ എന്നും കുത്തിയ വാക്സിൻ ഫലിക്കുമോ എന്നും ഒരു ഉറപ്പുമില്ല. വാക്സിൻ എടുത്ത് മരിച്ചാലും ആരോഗ്യവകുപ്പിന്റെ വിശദീകരണമല്ലാതെ പരിഹാരമൊന്നുമില്ല. അമേരിക്ക, യൂറോപ്പ്, ഗൾഫ്, ഏഷ്യയിലെ പരിഷ്കൃത രാജ്യങ്ങൾ ഒരിടത്തുമില്ല നാടാകാലയുന്ന തെരുവ് നായ്ക്കൾ. അതൊക്കെ സാധ്യമായത് ABC പോലുള്ള കൊള്ളയടി പദ്ധതികളാലല്ല, കൊന്നൊടുക്കൽ യജ്ഞത്തിലൂടെയാണ്. പാകിസ്ഥാനിലെ മതഭീകരവാദികളെ അവരുടെ മാളത്തിലെത്തി ഒതുക്കിയ ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ രാജ്യത്തിനുള്ളിലെ മൃഗഭീകരതയ്ക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ്. വന്യജീവികൾ ചവിട്ടിയും കുത്തിയും കൊന്നവരുടെയും ലോകത്തെ ഏറ്റവും ഭയാനകമായ മരണത്തിന് കാരണമാകുന്ന പേവിഷബാധയേറ്റ് പിടഞ്ഞു മരിച്ചവരുടെയും ചേതനേറ്റ ശരീരങ്ങൾക്ക് മുന്നിൽ ചങ്കുപൊട്ടിയിരിക്കുന്നവരെ തിരിഞ്ഞു നോക്കാൻ പോലും സർക്കാരില്ല. തിരിച്ചടി ആവശ്യപ്പെട്ട് രോഷം കൊള്ളാനൊരു പ്രതിപക്ഷവുമില്ല. ആയിരക്കണക്കിന് സ്ത്രീകളെ വിധവകളാക്കുകയും കുഞ്ഞുങ്ങളെ അനാഥരാക്കുകയും ചെയ്ത മൃഗഭീകരതയ്ക്കെതിരെ ഒരു ഓപ്പറേഷനുമില്ല. ഇത് ആഭ്യന്തര ഭീകരാക്രമണമാണ്. പക്ഷെ ചോദിക്കാൻ ആരുമില്ല. വന്യജീവികളുടെയും തെരുവ് നായ്ക്കളുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം വാനോളം ഉയരുകയാണ്. സംസ്ഥാനത്തിന്റെ ഏറ്റവും ഗുരുതരമായ ഈ ഭീകരാവസ്ഥയ്ക്കെതിരെ ചെറുവിരൽ അനക്കാൻ കഴിയാത്ത സർക്കാർ സംവിധാനങ്ങൾ എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്?